ഉദ്ഘാടനത്തിന് ശേഷം 6 മാസമായി പൂട്ടിക്കിടന്ന കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എക്സ്റേ യൂണിറ്റിന് ശാപമോക്ഷം. എക്സ്റേ ടെക്നീഷ്യൻ നിയമനത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിച്ചതോടെയാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 1/2 കോടിയോളം രൂപ മുടക്കിയാണ് എക്സ്റേ യൂണിറ്റ് നിർമ്മിച്ചത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം. എന്നാൽ അതിനുശേഷം യൂണിറ്റ് തുറന്നു പ്രവർത്തിച്ചില്ല. ടെക്നീഷ്യൻ നിയമനത്തിലെ സാങ്കേതിക പിഴവാണ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായതെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. ആദിവാസി മേഖലയിലുള്ളവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് 125 രൂപ നിരക്കിലും എക്സ്റേ എടുക്കാം. കാരണം നമ്മുടെ ഇതിന്റെ പാരാമെഡിക്കൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് പാരാമെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ജോലി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ 3 ഇന്റർവ്യൂകൾ നടത്തി. അതിനകത്ത് മൂന്നാമത്തെ ഇന്റർവ്യൂവിലാണ് ഒരാൾ അങ്ങനെ പാരാമെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനുള്ള ഒരാളെ നമുക്ക് കിട്ടിയത്. ഇത് വന്ന് അതിന്റെ ടെക്നീഷ്യന്മാർ, എക്സ്റേ യൂണിറ്റിന്റെ ടെക്നീഷ്യന്മാർ വന്ന് ബോംബെയിൽ നിന്ന് വേണമായിരുന്നു അവർ വരേണ്ടത്. വന്ന് അവർ ടെക്നീഷ്യൻ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുകയും അപ്പോൾ ചാലുവാക്കുകയും ചെയ്തു. രാവിലെ 10 to 1 ആണ് നമ്മൾ ഇതിന്റെ രാവിലത്തെ സമയം. പിന്നെ 2 to 5 വരെയാണ് പ്രവർത്തന സമയം. ജില്ലയിൽ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില എക്സ്റേ യൂണിറ്റുകളൊന്നായി കുമളി മാറും. യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കാർഷിക ആദിവാസി മേഖലയ്ക്കും ആശ്വാസമായി. ഇതിനു പുറമെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രം മെച്ചപ്പെടുത്തുന്ന നടപടികൾക്കും പഞ്ചായത്ത് ആരംഭം കുറിച്ചു. ഇടുക്കി വിഷൻ, കുമളി.